നമസ്കാരം. നമ്മുടെ ജി സുധാകരൻ അമ്പലപ്പുഴ MLA ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഈ അടുത്ത കാലത്തായി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ചില പരാമർശങ്ങൾ പണി കിട്ടാൻ സാധ്യതയുള്ളതുമാണ്. എന്നാൽ ഒരു ബേസ്ലെസ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ്. നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെ അതിനെ ബേസ്ലെസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ക്ഷേത്രമുറ്റത്ത് വിരിച്ച മണൽ അതിന് എന്താ പറയുക, മീനിൻ്റെ മണമുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ജി സുധാകരൻ. ഒരുപക്ഷെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിൽ നിന്നും, ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഒരു മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നും കേരളം ഒരിക്കൽ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ് ഒരുപക്ഷെ ജി സുധാകരൻ്റെ വായിൽ നിന്ന് ആ സമയത്തൊക്കെ വീണത്. സ്ത്രീ വിരോധം അടിമുടി നിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജി സുധാകരൻ. അപ്പം സ്ത്രീ വിരോധിയാണ്, അതോടൊപ്പം മതസ്പർദ്ധയ്ക്ക് വേണ്ടി പരസ്പരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ. ഇതൊക്കെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഗുണഗണങ്ങളായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ദോഷങ്ങളായിട്ടോ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിലെ സഖാക്കന്മാർ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ഒരിക്കൽ പോലും ജി സുധാകരനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരും എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവാനും സാധ്യതയില്ല. സ്ത്രീകളെ കടന്നാക്രമിക്കുക, അപമാനിക്കുക, അതോടൊപ്പം ഈ പറയുന്ന ക്ഷേത്ര വളപ്പിൽ മീനിൻ്റെ ഗന്ധമുള്ള മണൽ കൊണ്ട് വിരിച്ചു എന്ന് പറയുക, ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ശക്തനായ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് പേരുദോഷം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിയാണ്. ഈ കാലഘട്ടത്തിലാണ്, ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജി സുധാകരൻ വലിയ ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനത്തെ ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജീവനക്കാരെ നിയമിക്കുന്നത് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണെന്നും അതിനായി 2 ലക്ഷം രൂപ ഒരു ഉദ്യോഗാർത്ഥിയിൽ നിന്നും ഈടാക്കി അല്ലെങ്കിൽ കൈക്കൂലിയായി വാങ്ങിച്ചു എന്നുമാണ് അദ്ദേഹം ഉയർത്തുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതായത് 2 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയക്കാർ ഏകദേശം 5 വർഷം കൊണ്ട് 100-ലധികം നിയമനങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ 100-ലധികം നിയമനങ്ങൾ 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏകദേശം 2 കോടിയോളം വരുന്ന തുകയുടെ ഒരു അഴിമതി എന്ന് നമുക്ക് പറയാം. സത്യത്തിൽ ഇങ്ങനെ ഒരു അഴിമതി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ കീഴിൽ വരുന്ന ഒരു കേസാണ്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, അവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി മാത്രം നടക്കേണ്ടിയിരുന്ന ചില നിയമനങ്ങൾ ഈ രീതിയിൽ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ നടക്കാൻ പാടില്ല എന്ന് പറയുന്ന ശക്തമായ അല്ലെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു നീക്കം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ജി സുധാകരൻ ഉയർത്തിയിരിക്കുന്ന ആരോപണം അത്ര ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 2 കോടിയുടെ അഴിമതിയാണ് ഇവിടെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടെ കുടുംബശ്രീയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഒരു പരാമർശമുണ്ട്. കുടുംബശ്രീക്ക് എന്ത് അധികാരമാണ്, അതായത് കുടുംബശ്രീ യൂണിറ്റുകൾ വഴി കുടുംബശ്രീക്കാരാണ് ഇത്തരത്തിൽ 2 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അതാണ് ജി സുധാകരൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ അത് ആരോപണത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇത് കടന്നാക്രമണത്തിലേക്ക് പോകുന്ന വേറൊരു തലം കൂടി നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ കുടുംബശ്രീ എന്ന് വെച്ചാൽ എന്ത്? കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് കുടുംബശ്രീ. കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വന്തം കുടുംബമല്ലാതെ മറ്റേതെങ്കിലും കുടുംബം അവർ നോക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. അതായത് കുടുംബശ്രീ എന്ന് പറയുന്ന 15 പേരടങ്ങുന്ന ഒരു സംഘം, ആ സംഘം സ്വന്തം കുടുംബത്തിൻ്റെ ഓരോരുത്തരുടെയും സ്വന്തം കുടുംബത്തിൻ്റെ അല്ലാതെ മറ്റ് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? അത് ആക്ഷേപമല്ലേ? അതുകൂടാതെ ഈ 15 കുടുംബത്തിൻ്റെ അല്ലാതെ അല്ലെങ്കിൽ അതിന് പുറത്ത് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പറയുന്ന കുടുംബശ്രീക്ക് കുടുംബത്തിനകത്തല്ലാതെ മറ്റെവിടെയെങ്കിലും പുറത്തേക്ക് അതിൽ നിന്ന്, അതായത് അവരൊരു എന്താ പറയുക, ഷെൽ ബ്രേക്കിംഗ് പോലെ പുറത്തേക്ക് വന്നിട്ട് എവിടെ ആരെങ്കിലുമായിട്ടൊക്കെ അല്ലെങ്കിൽ നാടുമായി ഒരു സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർ വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യവും കൂടി ജി സുധാകരൻ ചോദിക്കുന്നുണ്ട്. നല്ല കാര്യം. ഇത് നേരത്തെ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ്.
ഗുരുതരമെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും ശക്തമായ ഒരു അഴിമതിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ പറയുന്ന 5 വർഷം ഈ പറയുന്ന ഔദ്യോഗിക സംവിധാനങ്ങളെക്കുറിച്ചൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അപ്പം ഈ പറയുന്ന പോലെ ഈ റിക്രൂട്ട്മെൻറ്റുകൾക്ക് ഇവിടെ തന്നിഷ്ടത്തോടുകൂടി പ്രവർത്തിക്കാൻ ഈ ഏജൻസികൾക്ക് അവസരമൊരുക്കി കൊടുത്തതും കഴിഞ്ഞ കാലത്തെ സർക്കാരാണെന്നും അതോടൊപ്പം തന്നെ നമുക്കറിയാം ആരൊക്കെ ആയിരിക്കും ഇതിനകത്ത് കുറ്റക്കാരായി വരിക. പ്രധാനമായും വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി കുറ്റക്കാരിയായി വരുന്നുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഇതിനകത്ത് കുറ്റക്കാരായി വരും എന്നുള്ള കാര്യം നമുക്ക് ഈ പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരൊക്കെ തന്നെയാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട കൾപ്രിറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത. അപ്പം ഇവിടെ ജി സുധാകരൻ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് തന്നെയും അത്തരത്തിൽ ഞങ്ങൾ കാശ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രം അവിടുത്തെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം 2 കോടി രൂപയുടെ അഴിമതി, 2 ലക്ഷം രൂപ വീതം ഏകദേശം 5 വർഷം കൊണ്ട് 100-ലധികം ആൾക്കാരെ നിയമിച്ചു. 5 വർഷം കൊണ്ട് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംവിധാനം 2 കോടിയുടെ അഴിമതിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിൽ മാത്രം വേറെ എവിടെല്ലാം ഈ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ എൻട്രിയുള്ള എവിടൊക്കെ ഇത്തരത്തിലുള്ള അഴിമതികൾ നടത്തിയിട്ടുണ്ടാവും? അപ്പോൾ ഇവിടെ ജി സുധാകരൻ ചെയ്തിരിക്കുന്ന ഒരു തെറ്റുണ്ട്. അതായത് ഇത് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അദ്ദേഹം വളരെ ക്ലിയറായി കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ വെച്ചിട്ട് 100-ലേറെ പേരെ 2 ലക്ഷം രൂപയ്ക്ക് ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴിമതി വിരുദ്ധത ഉള്ള ഒരു നേതാവാണെങ്കിൽ സ്വാഭാവികമായും ഈ കേസ് റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും കുറ്റക്കാരായ ആളുകളെ കയ്യോടെ പിടിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? കൈക്കൂലി കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കാൻ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ ഇവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അത്രയും പോലും സാമ്പത്തികം എടുക്കാനില്ലാത്ത ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ള വിവരവും നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും ഇത് തടയപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ തടയപ്പെടേണ്ടതായ ഈ സാഹചര്യത്തെ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് എന്താണ് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെയെങ്കിലും ഒരു പേപ്പർ നൽകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി നടക്കുന്നതായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അന്നുണ്ടായിരുന്നത്. അറിഞ്ഞ സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പിണറായി വിജയൻ ഒരു നാളിതുവരെയായി ഒരു പേപ്പർ കൊടുക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ മുന്നിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ നൽകാൻ ഈ പറയുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സർക്കാർ അധികാരമൊഴിയും വരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ജി സുധാകരൻ അമ്പലപ്പുഴയുടെ MLA ആയി ഭരണകക്ഷി MLA ആയി ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായി ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് തീർച്ചയായും ഈ പരാതി അവരുടെ ഭരണകക്ഷിയിൽപ്പെട്ട രമേശ് ചെന്നിത്തല എന്ന ഹരിപ്പാട് MLA കയ്യിലേക്ക് കൊടുക്കാമായിരുന്നില്ലേ? കൊടുത്തോ? നാളിതുവരെയായി അങ്ങനെ ഒരു പരാതി സംബന്ധിച്ച് ജി സുധാകരൻ കഴിഞ്ഞ 2-3 മാസമായി സർക്കാരിനെതിരായി എന്താണ് അന്വേഷിക്കേണ്ടത് എന്ന് തിരക്കി പിടിച്ച് നടക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഒരു പേപ്പറെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ, ഇങ്ങനെ കുറ്റകരമായ ഒരു വലിയ കുറ്റകൃത്യം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ കൊടുത്തിട്ടില്ല. ആരുടെ വീഴ്ച? അതുകൊണ്ട് ഇതിനു മുൻപ് അമ്പലപ്പുഴ MLA ആയിരുന്ന എച്ച് സലാം തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ജി സുധാകരൻ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായും ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് എച്ച് സലാം ഈ നമ്മുടെ രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടത്. അത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിൽ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയ്ക്കിടയിൽ രേഖാമൂലമല്ലാതെ വാക്കാൽ ഇതിങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള കാര്യം എച്ച് സലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും വിജിലൻസ് അന്വേഷണം കൃത്യമായി നടന്നിട്ട് അങ്ങനെ അഴിമതി ആരോപണം നടന്നിട്ടില്ല എന്നാണ് വിജിലൻസ് കണ്ടെത്തുന്നതെങ്കിൽ, അല്ലെ അങ്ങനെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ 2 ലക്ഷം രൂപയുടെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയാൽ നമ്മുടെ ജി സുധാകരൻ UDF-ൽ നിന്ന് പിന്മാറി MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണോ എന്നുകൂടി ഒരു ചോദ്യം നമ്മളല്ല ചോദിക്കുന്നത്, മറ്റു പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.